സ്ക്രിപ്റ്റുകൾ എഴുതാറുണ്ടായിരുന്നു. സിനിമ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എല്ലായ്പ്പോഴും ആഗ്രഹിക്കാറുണ്ട്, അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. ഒരു സംവിധായകൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആരുടെ അടുത്ത് എനിക്ക് സിനിമ ചെയ്യാനൊരു അവസരമോ അല്ലെങ്കിൽ ഒരു സംവിധാന സഹായം ആകണം, കാരണം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പല ആൾക്കാർക്കും വേറെ ആയിരിക്കാം, പക്ഷേ നമുക്ക് ഓരോ മാസവും എങ്ങനെ ഈ മാസത്തെ ഭക്ഷണം കഴിക്കും, റെൻറ്റ് ഇതാക്കും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് കവിത വരില്ല, കഥ വരില്ല, ഒന്നും വരില്ല, സിനിമ അതൊന്നും വരില്ല. പുരുഷന്മാരും അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ സ്ത്രീകളെ മാത്രം പറയുന്നില്ല. 5 സ്ത്രീകൾ ഉണ്ടെങ്കിൽ 10 പുരുഷന്മാരിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മള് സ്റ്റോറീസിൽ നമുക്ക് പുരുഷന്മാരുടെ അത് സ്റ്റോറിയായി വരാത്ത കാരണം കൊണ്ടാണ്. കാരണം പ്രൊഡ്യൂസറെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ചില സ്വകാര്യ സന്തോഷങ്ങളൊക്കെ ഉണ്ട്. ആ സ്വകാര്യ സന്തോഷങ്ങൾ, സ്വകാര്യമായിട്ടുള്ള പല പല ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കണം. കാരണം ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാം ഒരു സ്ത്രീയുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ആ സമയത്ത് അറിയാം. അപ്പം മനസ്സിലൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് സിനിമയാക്കാൻ പറ്റി. അപ്പോൾ നമുക്കറിയാം ട്രാൻസ് ആൾക്കാർ ഒരുപാട് പേര് ഈ സർജറി അവർക്ക് എത്രത്തോളം പ്രാധാന്യമാണ് നമുക്കതറിയില്ല. അവർക്ക് സർജറി വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ അതിനു വേണ്ടി നടക്കുന്ന ആ മേഖലയിലുള്ള പലരും മരിക്കേണ്ടി വന്നിട്ടുണ്ട്. ട്രാൻസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ലൈംഗികമായിട്ടുള്ള അവയവമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല, അതൊരു സർജറി ചെയ്തതാക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷ്വലുകളൊക്കെ ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഉദ്ദേശം ഇങ്ങനെയാണ്, ഇത് നിങ്ങൾ കാണൂ, ഇത് ലൈംഗികമായിട്ട് മാത്രമൊന്നുമല്ല ഈ അവയവങ്ങളെല്ലാം ഉള്ളത്, സ്ത്രീകൾക്കുള്ളൊരു അവയവമാണത്. അപ്പോൾ അതിന് നമുക്ക് വേറെയും ഒരു പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ശോഭന പടിഞ്ഞാറ്റിൽ. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലെ സ്റ്റേറ്റ് ലൈബ്രറിയനാണ് ശോഭന. ഇന്ന് ശോഭനയോട് ഞാൻ സംസാരിക്കുന്നത് ലൈബ്രറിയെക്കുറിച്ചോ പുസ്തകങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല, ശോഭനയുടെ സിനിമയെക്കുറിച്ചാണ്. ഗേൾ ഫ്രണ്ട്സ് എന്ന പേരുള്ള ഒരു സിനിമ IFFKയുടെ മലയാളം ടുഡേ വിഭാഗത്തിലേക്ക് ഈ വർഷം ആ സിനിമ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഞങ്ങളൊക്കെ സ്വീകരിച്ചത്. ആ സിനിമയെക്കുറിച്ച്, അതിൻ്റെ പിന്നിലെ കഥകളെക്കുറിച്ച് ശോഭനയോട് നമുക്ക് സംസാരിക്കാം. ശോഭന, വളരെ സന്തോഷമുണ്ട്, അഭിനന്ദനങ്ങൾ. സാധാരണ സ്ത്രീകൾ എത്താൻ വളരെ പ്രയാസമുള്ള ഒരു മേഖലയാണ് നമ്മുടെ സിനിമാ മേഖല. അവിടെ നമുക്കറിയാം ഒരുപാട് ചർച്ചകളിലൂടെയും ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോവുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ സാഹചര്യത്തിൽ സ്ത്രീകളുടെ ഈ രംഗത്തുള്ള സാന്നിധ്യത്തെക്കുറിച്ച് കേരളം മുഴുവൻ ലോകമഹാസകലം തന്നെ ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ധൈര്യത്തോടു കൂടി ഒരു സിനിമയുമായി വരികയും അത് ഞാൻ കാണുകയുണ്ടായി. ഞാൻ സത്യം പറഞ്ഞ ശോഭന ഒന്നും വിചാരിക്കരുത്, ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കൂടെ വന്ന് ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞു ശോഭന അത് വളരെ സക്സസ്ഫുള്ളായി അങ്ങനെ ഒരു സിനിമ എടുക്കുകയും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു സിനിമ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്ന് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നു. എന്നാലും ആ സിനിമയ്ക്ക് പിന്നിലെ കഥകളെക്കുറിച്ച്, എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മളോട് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. സിനിമ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിട്ട് ഒത്തിരി വർഷങ്ങളായി. കാരണം പഠിക്കുന്ന കാലത്ത് തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു, സിനിമയാണ് ഇനി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ പിന്നണിയിലാണ്. കാരണം അവിടത്തെ കാര്യങ്ങളെപ്പറ്റി ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും, ഞാൻ സ്വപ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് നിറവേറ്റാൻ പറ്റുന്ന ഞാൻ അങ്ങനെ കരുതിയില്ല. ശോഭന സിനിമ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആരുടെയെങ്കിലും കീഴിൽ പോയി സിനിമ ഡയറക്ഷൻ അതൊന്നും ചെയ്തിട്ടില്ല? അസോസിയേറ്റും അസിസ്റ്റന്റ് ഡയറക്ടറും ഒന്നും ആയിട്ടില്ല. ഫ്രഷ് ആയിട്ടൊരു സിനിമ എടുക്കുക, അതെ, അതൊരു വലിയ, ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റുകൾ എഴുതാറുണ്ടായിരുന്നു. സിനിമ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എല്ലായ്പ്പോഴും ആഗ്രഹിക്കാറുണ്ട്, അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. ഒരു സംവിധായകൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആരുടെ അടുത്ത് എനിക്ക് സിനിമ ചെയ്യാനൊരു അവസരമോ അല്ലെങ്കിൽ ഒരു സംവിധാന സഹായം ആകണം, കാരണം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഞാനൊക്കെ ഒരു ഏറ്റവും താഴ്ന്ന നിലയിലുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് വരണത്. സാമ്പത്തിക സ്ഥിതി ഇല്ല. ഞാനൊരു 25 ഇയർ
വയസ്സിൽ തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കാര്യങ്ങൾ നോക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ ലൈബ്രറി സയൻസിൽ PhD ചെയ്യാനായിട്ട് മദ്രാസിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സിനിമ ചെയ്യണം. ഞാൻ അന്ന് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ദിവസം പോയി ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് സിനിമ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ എനിക്ക് ഓർമ്മ വരണതാണ്, ഒന്നും നടന്നില്ല. അപ്പോഴെല്ലാം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഒരു ദളിതാണ്, നമുക്ക് UGC കിട്ടി. പക്ഷേ അവിടെ മദ്രാസിൽ ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇല്ല. അപ്പോൾ ഈ ഓരോ മാസവും എനിക്ക് ഫീസ് അടയ്ക്കാൻ പോലും പൈസ ഇല്ലാതിരുത്ത ഒരു സ്ഥിതിയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആ ദിവസങ്ങളിലൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഫീസ് അടയ്ക്കും എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ ഭയങ്കര അപ്പം തന്നെ ഞാൻ വളരെ എനിക്ക് ഒരുപാട് ഫീസ് അടയ്ക്കണം, നമുക്ക് കിട്ടുമല്ലോ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണം. ഹോസ്റ്റൽ ഫീസ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പൈസ ഇല്ല എനിക്ക്. അപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ അയച്ചു തരുന്ന പൈസ കൊണ്ടാണ് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ മാസവും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചിന്ത, വായന, എഴുത്ത്, ഇത്തരം കാര്യങ്ങൾക്കൊന്നും അത് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ബ്ലോക്ക് ആകുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുവരെ ഞാൻ അങ്ങനെ അറിയില്ലായിരുന്നു. നമുക്ക് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ട്. പക്ഷേ വളരെ എന്നെപ്പോലുള്ള ഒരു അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് അന്ന് ഞാൻ തീരുമാനിച്ചത് വെച്ചെങ്കിൽ സ്വന്തമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് നേടിക്കഴിഞ്ഞാൽ. കാരണം എനിക്ക് അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. പല ആൾക്കാർക്കും വേറെ ആയിരിക്കാം. പക്ഷേ നമുക്ക് ഓരോ മാസവും എങ്ങനെ ഈ മാസത്തെ ഭക്ഷണം കഴിക്കും, റെൻറ്റ് ഇതാക്കും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് കവിത വരില്ല, കഥ വരില്ല, ഒന്നും വരില്ല, സിനിമ അതൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ രീതിയിൽ ഞാൻ ജോലിക്ക് നോക്കി. ആ ജോലി നോക്കി പിന്നെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലാണ്. ജോലിയിൽ ഒരുപാട് സംഘർഷങ്ങൾ നമുക്ക് വിചാരിക്കുന്നത്. കാരണം ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണമെങ്കിൽ ജോലി ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹങ്ങളുടെ പുറത്ത് ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള സമയമെടുക്കൽ, ലീവ് എടുത്ത് സ്ക്രിപ്റ്റ് എഴുതി ആരെങ്കിലും കാണിക്കണമെന്ന് ആഗ്രഹിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ക്രിപ്റ്റും പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ അവസാനം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നോക്കാം, ഒരു 10 മിനിറ്റ് ഷോർട്ട് മൂവി ആയിട്ടാണ് ഇത് തുടങ്ങിയത്. 10 മിനിറ്റ് ഷോർട്ട് മൂവി ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല. സ്ക്രിപ്റ്റ് എഴുതി നമുക്ക് പരിചയമുള്ള സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള കുറച്ച് സുഹൃത്തുക്കളെ അഭിനയിക്കാൻ വിളിച്ചു. ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക്, കാരണം സ്ക്രിപ്റ്റൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതി സ്ക്രിപ്റ്റൊക്കെ മാറി. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ രീതിയിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം ഡയലോഗുകളൊക്കെ ഞാൻ കുറച്ചും കൂടെ സ്ക്രിപ്റ്റിനും ഈ ആക്ടേഴ്സൊക്കെ അവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഓരോ തീം വരുമ്പോൾ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നാളെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് ആകെ മാറ്റുമായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നി ഇതല്ല വേണ്ടത്, ഇങ്ങനെയാണ് അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ സംസാരിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക്? അല്ല, 10 മിനിറ്റ് ഷൂട്ട് ചെയ്തു. നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റിന്റെ ഷോർട്ട് മൂവിയാണ് പ്ലാൻ ചെയ്തെങ്കിലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 45 മിനിറ്റ് ഉണ്ടായി ആദ്യം. അപ്പോൾ ആ 45 മിനിറ്റിലെ ഒരു സ്റ്റോറി അതേപോലെ ഡയലോഗൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നിയെന്ന് മാത്രമല്ല ഇത് നമ്മളൊരു വലിയൊരു ഓഡിയൻസിന് കാണിക്കാനും പറ്റും, എനിക്ക് അങ്ങനത്തെ രീതിയിൽ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, അപ്പം ഇതിന്റെ സാമ്പത്തികം എങ്ങനെയായി? അല്ല, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് സാമ്പത്തികമായപ്പോൾ ഞാൻ എൻ്റെ PF ഒന്ന് പൈസ എടുത്ത് തന്നെയാണ് ചെയ്യണത്. കാരണം അത് സ്വന്തം പൈസ അപ്പോഴാണ്. അല്ല, സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ സ്വന്തമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോഴാണ് സിനിമ ഉണ്ടായത്. അതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും മലയാളത്തിൽ സ്ത്രീകൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു വിധു വിൻസെൻറ്റും അങ്ങനെ തന്നെയാണ് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? മാൻഹോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും സ്ത്രീകൾക്ക് ഒരു സിനിമയിലേക്ക് വരണമെങ്കിൽ നമ്മൾ പൈസയും കൂടെ വേണമെന്നുള്ള അവസ്ഥയാന്ന് തോന്നുന്നില്ലേ സ്ത്രീകൾക്ക്? പുരുഷന്മാരും അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ സ്ത്രീകളെ മാത്രം പറയുന്നില്ല. 5 സ്ത്രീകൾ ഉണ്ടെങ്കിൽ 10 പുരുഷന്മാരിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റോറീസിൽ നമുക്ക് പുരുഷന്മാരുടെ അത് സ്റ്റോറിയായി വരാത്ത കാരണം കൊണ്ടാണ്. കാരണം പ്രൊഡ്യൂസറെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് അത്. പക്ഷേ ഈ സ്ത്രീകൾ വരണമെന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം ഈ പ്രാവശ്യത്തെ ഫിലിം ഫെസ്റ്റിവലിൽ ഉള്ള 2-3 പേരും അവരുടെ സ്വന്തം പൈസ എടുത്തിട്ടുണ്ട്. 4 സിനിമ വന്നിട്ടുണ്ട്. ഒന്ന് KSFDCയുടെ പ്രൊഡക്ഷനാണ്, മറ്റത് 3 പേരും സ്വന്തം പൈസ എടുത്തിട്ടാണ്. അപ്പൊ നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പൈസ മുടക്കുള്ളൂ. അപ്പൊ അത് വലിയൊരു കാര്യമാണ്.
അതെ. ഞാൻ പക്ഷേ കാരണം കുറച്ചും കൂടെ യങ് ആണ് ഇപ്പോഴത്തെ പിള്ളേര്. ഇപ്പൊ പിന്നെ കുറച്ചും കൂടി ഈസിയാണ് സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച കാലത്ത് ഈ ഒട്ടും ഈസി അല്ലായിരുന്നു നമുക്ക്. കാരണം ഇപ്പൊ ഡിജിറ്റൽ സിനിമ വന്നല്ലോ. പണ്ട് അടയാറി പോയ കാലത്ത് ഞാൻ പോയി ചെന്നൈയിൽ ഉണ്ടായിരുന്ന കാലത്ത്, ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോഴും അല്ല എപ്പോഴും ഒക്കെ നമുക്ക് ഇപ്പൊ ഡിജിറ്റൽ സിനിമ വന്നപ്പോഴാണ് എല്ലാവർക്കും സിനിമ എടുക്കാനുള്ള കുറച്ചും കൂടെ കോസ്റ്റ് ഒക്കെ കുറഞ്ഞ് സാഹചര്യം ഉണ്ടായി. അതെ. അപ്പൊ ഈ 10 മിനിറ്റിൽ നിന്ന് 45 മിനിറ്റിലെത്തി. അതെങ്ങനെയാണ് ഈ ഗേൾ ഫ്രണ്ട് എന്നുള്ള സിനിമയിലേക്ക് എത്തിയത്? ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഉദ്ദേശിക്കുന്നത് ഗേൾ ഫ്രണ്ട്? ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മദ്രാസിലായിരുന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ സൗഹൃദങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, എമാൻസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഇമോട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും വളരെ ഒരു സേഫായിട്ടുള്ള രീതിയിൽ വളരെ ഊഷ്മളമായിട്ടുള്ള കുറേ ബന്ധങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ സാധാരണ ഏറ്റവും വലിയൊരു വ്യത്യാസം തോന്നുന്നത് വെച്ചെങ്കിൽ സ്ത്രീകൾ എടുക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ എൻ്റെ സിനിമേനെ പലരും വിലയിരുത്തിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബീന പോളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എത്രയും ബോൾഡായിട്ട് ഇവിടെ ഒന്നും ആരും ചെയ്യില്ല എന്നതിൽ. അപ്പോൾ നമ്മുടെ അത് ഒരാണുങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നമുക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ചില സ്വകാര്യ സന്തോഷങ്ങളൊക്കെ ഉണ്ട്. ആ സ്വകാര്യ സന്തോഷങ്ങൾ സ്വകാര്യമായിട്ടുള്ള പല ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കണം. കാരണം ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാം ഒരു സ്ത്രീയുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ആ സമയത്ത് അറിയാം. അപ്പം മനസ്സിലൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് സിനിമയാക്കാൻ പറ്റി. അപ്പം ഞാൻ ആദ്യം ഒരു ഷോർട്ട് മൂവിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ടുള്ള ഇത് കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രൂ സിനിമയായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളത് പോലെയാണ്. ഒരു കവിതയോ കഥയോ എഴുതുമ്പോൾ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ അത് തന്നെ ഒരു സാധ്യത എനിക്ക് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം പ്രൊഡക്ഷനായ കാരണം കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ വേറെ വല്ല പ്രൊഡ്യൂസറൊക്കെ ആണെങ്കിൽ അവരെ എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഈ കഥ ഒരിക്കലും കൊടുക്കില്ല. ഇതിപ്പോൾ എൻ്റേതായ രീതിയിൽ കഥയെല്ലാം ഓരോ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു കവിത എഴുതുമ്പോൾ നമുക്കൊരു വരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്ത് വേറെ വരി ഇട്ടുള്ളൂ. അതുപോലെ എനിക്ക് പ്രോസസ്സിന് കുറച്ച് സമയം കിട്ടി. അപ്പോൾ ഈ സീനല്ല വേണ്ടത്, മറ്റേതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എനിക്ക് എന്നെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ശോഭന, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗേൾ ഫ്രണ്ട് എന്നുള്ള സിനിമ കാണുമ്പം അതിനകത്ത് ഒരുപാട് ജീവിതങ്ങൾ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുറ്റുമൊക്കെ ഉള്ള നമുക്ക് പരിചിതമാണ്, പക്ഷെ അത് സിനിമയിൽ പരിചിതമല്ലാത്ത, സിനിമയും ജീവിതവും തമ്മിൽ എപ്പോഴും മാറി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ ഈ സിനിമയിലുള്ളതെന്ന് വെച്ചാൽ ഇവരെയൊക്കെ നമുക്കറിയാം, ഇവരെവിടെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ സിനിമ എന്നുള്ള മാധ്യമത്തിൽ കൂടി അവരെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട 5 ക്യാരക്ടേഴ്സിന് നമുക്ക് പറയാൻ പറ്റും, ജാനകി, റോസയൊക്കെ ഉൾപ്പെടെ. അപ്പം ഇവരെയൊക്കെ എവിടെ നിന്നാണ് ശോഭന കൊണ്ടുവന്നത്? ശോഭനയുടെ ചുറ്റുമുള്ള ആൾക്കാരാണോ അതോ സങ്കല്പത്തിലെ ക്യാരക്ടേഴ്സ് ഉണ്ടോ? ആ കഥയൊക്കെ ഒന്ന് പറയാമോ? ഈ സിനിമ വളരെ കണ്ടംപററി ആയിട്ടുള്ളൊരു തീമാണ്. ശരിക്കും ഇത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കാലത്തെ ഇന്നത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. കാരണം അവരുടെ ഇപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയും, ഈ സിൻഡ്രല്ല ഒരു പ്രിൻസിനല്ല വേണ്ടത്, ഒരു നൈറ്റ് ഔട്ടാണ് വേണ്ടതെന്ന് പറയും, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അതാണ് ഈ പെൺകുട്ടികളുടെ ഇടയിലുള്ളൊരു ഇമോഷനുണ്ട്, അവരുടെ ഒരു ത്വരയുണ്ട്. അപ്പോൾ ഇതൊരു ഫൺ സിനിമ, സർക്കാസ്റ്റിക് ആയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ അതിൽ 2 സ്പേസുകൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് സെൻറ്ററും, മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകന്മാർക്ക് മാത്രം വന്നിരിക്കാവുന്ന റെസ്റ്റോറൻറ്റ്. ഇത് രണ്ടും ഇമാജിനേഷനാണ്, അല്ലാണ്ട് ഇത് റിയലായിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഞാനതൊരു അങ്ങനത്തെ രീതിയിലാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ക്ലബ് ഹൗസിൽ കേൾക്കുമ്പോൾ റോസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസ് വുമൺ ക്ലബ് ഹൗസിലിരുന്ന്, ക്ലബ് ഹൗസ് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കണ ഒരു പരിപാടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു റോസേനെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ആക്കാം. അതായത് പ്രണയ നൈരാശ്യം, പ്രണയം പുഷ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ഒഫീഷ്യലി അവളൊരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നൊരു സ്ഥലം. അതുപോലെ തന്നെ ഇതേപോലൊരു എൻജിനീയറിങ് കോളേജ് ഡ്രോപ്പ് ഔട്ട്, അത് ഇവർക്ക് നമ്മൾ സിനിമയിൽ ഇവരെ നമ്മൾ കാണുകയാണെങ്കിലും ഇവർക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. റോസേനെ നമുക്കറിയാം, ഒരു ട്രാൻസാണ്, ദളിതാണ്.
അതുപോലെ നെൽസൺ എന്ന് പറഞ്ഞിട്ട് ഒരു തീരദേശത്തുള്ള ഒരാള്, അയാളൊരു ഇതേപോലെ അയാളൊരു കുറച്ച് റിച്ചാണ് അയാൾ, പക്ഷെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി പ്രേമിക്കുന്നവർക്ക് വേണ്ടി മാത്രം തുടങ്ങി. അപ്പം ഇതിൽ രണ്ടിലും ആയിട്ടാണ് ഞാൻ കഥ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനത്തെ സ്പേസ് വരുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ഡിസ്കഷൻസും എല്ലാം ശരിക്കും വലിയ രീതിയിൽ മാറും. അപ്പോൾ റോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ അങ്ങനത്തെ രീതിയിലാക്കുകയും ചെയ്തു. മാത്രമല്ല റോസയുടെ ട്രാൻസ് വിഷയം നമ്മുടെ സൊസൈറ്റിയിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ലൈംഗികതയെ പറ്റിയിട്ടുള്ള നമ്മുടെ പല തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുള്ളത് നമ്മൾ മാറി. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നതൊക്കെ ഇതൊരു എന്താ പറയുക, ഒരു പെർവേർഷനായിരുന്നു കണക്കാക്കിയത്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ അത് അങ്ങനെയല്ല എന്നുള്ളതും അവരെ ചേർത്ത് പിടിക്കുന്നൊരു സൊസൈറ്റിയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കുട്ടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരു തരത്തിലുള്ള വേർതിരിവില്ലാതെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനടക്കം റോസയുടെ ഒരു ജീവിതമുണ്ട്. റോസ സർജറിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം ട്രാൻസ് ആൾക്കാർ ഒരുപാട് പേര് ഈ സർജറി അവർക്ക് എത്രത്തോളം പ്രാധാന്യമാണ് നമുക്കതറിയില്ല. അവർക്ക് സർജറി വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ അതിനുവേണ്ടി നടക്കുന്ന ആ മേഖലയിലുള്ള പലരും മരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ അവർക്ക് സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാനായിട്ട് റോസെ പോലുള്ള പിന്നെ പല ക്യാരക്ടേഴ്സും എനിക്ക് പരിചയവും കഥ പലപ്പോഴും അവരുടെ ജീവിതവുമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, പേരുകൾ പോലും മാറ്റിയിട്ടില്ലല്ലോ അല്ലേ ശോഭന? അവരുടെ പേരുകളിൽ തന്നെയാണ് അവരെ അഭിനയിപ്പിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആലോചിച്ച് ഓരോരുത്തർക്കും പേര് കൊടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഞാൻ ബെസ്റ്റ് ഓപ്ഷൻ അവരുടെ പേരെടുക്കുക, അതിനെപ്പറ്റി ആലോചിക്കണം. പക്ഷെ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ മാറ്റാം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ 1-2 ആൾക്കാർക്ക് മാത്രം അവരുടെ പേര് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് പേര്, കാരണം ഞാൻ ആ പാർട്ട് ഒഴിവാക്കാന്ന് വെച്ചിട്ടാണ്. ബാക്കി അവർക്ക് യാതൊരാൾക്കും പ്രശ്നമില്ലാത്തപ്പോൾ അവരുടെ പേര് തന്നെ ഞാൻ എടുത്തു. ഓക്കെ, അതൊരു പുതുമയുണ്ടായിരുന്നു. ശരിക്കും വിമത ലൈംഗികത എന്ന് പറയുന്നതിനെ കുറിച്ചുള്ളൊരു ചിന്ത ഈ സിനിമ വളരെ ആത്മാർത്ഥമായിട്ട് വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിലും പല സിനിമകളിൽ ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും ഇതിനകത്തുള്ളൊരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഇതിനകത്തുള്ളൊരു അപ്രോച്ച് അതിലൊരു നല്ല പുതുമയുണ്ട്. അപ്പം അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികതനെ പല തരത്തിൽ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ്, വജൈന ഇതെല്ലാം നമുക്കറിയാം ലൈംഗികമായിട്ടുള്ള അവയവങ്ങളാണെന്നുള്ളത്. പക്ഷേ ഇത് ബ്രസ്റ്റ് നമ്മൾ കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ ഇതൊരു ലൈംഗിക അവയവമല്ല. അതുപോലെ വജൈനയും ട്രാൻസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ലൈംഗികമായിട്ടുള്ള അവയവമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല, അതൊരു സർജറി ചെയ്തതാക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷ്വലുകളൊക്കെ ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഉദ്ദേശം ഇങ്ങനെയാണ്, ഇത് നിങ്ങൾ കാണൂ, ഇത് ലൈംഗികമായിട്ട് മാത്രമൊന്നുമല്ല ഈ അവയവങ്ങളെല്ലാം ഉള്ളത്, സ്ത്രീകൾക്കുള്ളൊരു അവയവമാണത്. അപ്പോൾ അതിന് നമുക്ക് വേറെയും ഒരു പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അത് എപ്പോഴും ഒരു സ്ത്രീയുടെ ന്യൂഡ് കാണുക അല്ലെങ്കിൽ അവളുടെ വജൈന കാണുമ്പോഴൊക്കെ തെറി പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരിലൊക്കെ ഞാൻ വളരെ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസ്റ്റെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ധാരണയായിരിക്കാം അങ്ങനെ പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള രീതിയിൽ. പക്ഷേ ഞാനത് കുറച്ചൊരു ഫണ്ണായിട്ടുള്ള രീതിയിൽ തന്നെ കാരണം സ്ത്രീകൾക്കും ഈ ലൈംഗികമായിട്ടുള്ള തെറി പറയണതോ തമാശ പറയണതൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല. അത് സാധ്യമാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇതുവരെ ചിലപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാവില്ലായിരിക്കും അങ്ങനത്തെ ചില പുതിയ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സിനിമയിലും കാണിക്കാത്ത തരത്തിലുള്ള അർത്ഥത്തോട് കൂടിയിട്ടുള്ള വിഷ്വലുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിൽ വജൈന കാണിക്കുന്നുണ്ട്, പക്ഷേ വജൈന ഈസ് നോട്ട് ഫോർ സെക്സ് എന്നുള്ളൊരു ഇതിലാണ്. ഇതിനകത്ത് ശരിക്കും ഈ ഞാൻ പറഞ്ഞ അപ്രോച്ചിനകത്ത് ഒരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഒരു സാന്നിധ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്നുള്ളൊരു മായാലോകത്ത് വളരെ അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു അത് എങ്ങനെയാണ് ആ ഇൻക്ലൂസീവ്നെസ് ശോഭനയുടെ കൺസെപ്റ്റിൽ അതെങ്ങനെയാണ്? സിനിമയുടെ മായാലോകം എനിക്കറിയില്ല. ഞാൻ സാധാരണ അല്ല മായാലോകം നമ്മൾ കാണുന്ന ഞാൻ പറയുന്നത് എന്നെ അത് ബാധിച്ചിട്ടില്ല. ഇപ്പൊ കാണുന്ന ഒരു മലയാള സിനിമയിലും എന്നെ ബാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കുറേ ലോക ക്ലാസിക് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു 3 ആക്ട് അങ്ങനെയുള്ള രീതിയിലൊന്നുമല്ല. മനുഷ്യൻ്റെ മനസ്സും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണ് എൻ്റെ സിനിമയിലുള്ളത്. അത് ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതലാവണത്
സ്വന്തം ലൈംഗിക അവയവങ്ങളെ പറ്റി പറയുക, ലൈംഗികതയെ പറ്റി പറയുക, അത് യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ അതിനു വേണ്ടി നോക്കുക. പക്ഷേ അത് തുറന്ന് മറച്ചു വയ്ക്കാത്ത രീതിയിൽ അതൊരു ക്രൈമായിട്ട് ആരും കാണുന്നില്ല. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനത്തെ രീതിയിലുള്ളൊരു കാര്യമായിട്ടാണ് വളരെയധികം കുറച്ചൊരു ഈക്വലായിട്ട് പറയുകയും അങ്ങനെ ചെയ്യുന്നത്. കാരണം ലൈംഗികമായിട്ടുള്ള പലതരത്തിലുള്ള ലൈംഗിക ഓറിയൻറ്റേഷനുകൾ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് അത് എന്തോ ഒരു രോഗം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഇത് എന്നുള്ള രീതിയിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ രീതിയിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു സിനിമയാണിത്. അതെ. അപ്പം ഈ സിനിമയ്ക്ക് ഈ സമൂഹത്തിൽ എന്ത് മാറ്റം വരുത്താം, അങ്ങനെ വല്ല വിചാരം ഉണ്ടോ? ഇല്ല, ഇല്ല. ഞാൻ അങ്ങനെ സാമൂഹിക മാറ്റം എന്നുള്ള രീതിയിലല്ല. കാരണം ഞാൻ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അങ്ങനത്തെ രീതിയിൽ ഇതിൽ കാണുന്ന പെൺകുട്ടികളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരിക്കലും അവരൊന്നും തന്നെ എന്താണ് സമൂഹത്തിൽ പറ്റുന്ന മോഡലുകളല്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ആയിരിക്കാം. മക്കളുടെ കൂട്ടുകാരികൾ അവരൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ സൊസൈറ്റി വളരെ രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൊരു പൊതു ഇതിനകത്ത് കഴിഞ്ഞാൽ അത് വരും. അത് ഒത്തിരി നമ്മള് ചെറുപ്പത്തിലുണ്ടായിരുന്നതിനേക്കാളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള സൊസൈറ്റി ആയിരുന്നില്ലല്ലോ. അതേപോലെ തന്നെ ഇവരുടെ ആഗ്രഹങ്ങളും ഇവരുടെ രീതിയിലൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ കുറച്ച് കഴിഞ്ഞാൽ അത് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ ചെറിയ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ ഇതിലും റവല്യൂഷണറൈസ് ചെയ്തിട്ടുള്ള തീമുകളൊക്കെ ഉള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1960കളിലൊക്കെ സിനിമകൾ. പക്ഷേ മലയാള സിനിമ അതിനുശേഷം ഒരുപാട് ബാക്കിലോട്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റങ്ങളും തീമിലൊന്നും കൊണ്ടുവരാതെ വളരെ ഫോർമുല ചിത്രങ്ങളിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു മാറ്റം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഒരു സിനിമ വരണത് അതിനൊരു സാധ്യത കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ സിനിമയല്ലാതെ നമുക്ക് പട്ടിണിയും പരിവട്ടവും ആയിട്ടുള്ള സ്ത്രീകൾ ഉയർത്തെഴുന്നേൽക്കുന്നവരുണ്ട് പലതരത്തിൽ. അത് ഞാൻ പറയണമെന്ന് വെച്ചെങ്കിൽ സ്ത്രീകൾ പലതരത്തിലുണ്ട്. അവർ ചില ആൾക്കാർ ചൈൽഡിഷായിട്ട് പെരുമാറുന്നവരുണ്ട്, ചില ആൾക്കാർ ഭയങ്കര ക്രൂവലായിട്ടുള്ള ആൾക്കാരുണ്ട്, മോശമായി പെരുമാറുന്നവരുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചേർന്നതാണ് സ്ത്രീകൾ. അല്ലാതെ നമ്മൾ മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞില്ല. സ്ത്രീകളെ എല്ലായ്പ്പോഴും സിനിമകളിലാക്കി കാണിക്കുന്നത് ഇപ്പോൾ ഫെമിനിസ്റ്റ് സിനിമകൾ ഒരു മോഡൽ എന്നുള്ള രീതിയിലാണ്. ഒരു മോഡൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർ സഹിക്കുക അല്ലെങ്കിൽ അവർ ഇതിനെ ചോദ്യം ചെയ്യുക അങ്ങനെയുള്ള രീതിയിലുള്ള അങ്ങനെ അല്ലാത്ത രീതിയിൽ തന്നെ ഉള്ള സൊസൈറ്റീനായിട്ട് ഇടപെടുന്ന എല്ലാം കൂടി ചേർന്നിട്ടുള്ള സ്ത്രീകളാണ് ഇതിലുള്ളത്. ഭയങ്കര നിരാശാകാമുകിന്മാരുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു സൊസൈറ്റിയിൽ മറ്റു തരത്തിലുള്ള ഫാമിലി സാധ്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ സിനിമയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സ്ത്രീകളെല്ലാവരും വളരെ റിവോൾട്ട് ചെയ്യും, റബലായി നടക്കും. പക്ഷേ ഫൈനലി അവരൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ അവർ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. അത് ഈ അപ്പർ കാസ്റ്റ് ഫ്യൂഡൽ സൊസൈറ്റിയിലെ ആൾക്കാർക്ക് ഈസി ആയിട്ടുള്ളൊരു വഴിയിൽ അങ്ങനെയാണ്. അതേസമയം തന്നെ ഈ സമൂഹത്തിലുള്ള പല അസമത്വങ്ങൾക്കെതിരെ അവർക്കൊരു പിന്തുണയില്ലാതെ പോരാടിയിരിക്കുന്ന ആൾക്കാരാണ് ഈ ട്രാൻസായിട്ടാണെങ്കിലും ദളിതായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും. അവരങ്ങനെ പെട്ടെന്ന് പിന്മാറില്ല. അവരുടെ ഒരു അങ്ങനത്തെ രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ രണ്ട് വിഭാഗങ്ങളെയും കാണിച്ച് ലാസ്റ്റ് ഇവരുടെ ഒരു ഐഡിയോളജിക്കലായിട്ട് ഒരു സെക്ഷുവലി ഹരാസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ ദത്തെടുക്കുന്ന രീതിയിലായിട്ട് അങ്ങനത്തെ രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവി. ഫീൽ ഗുഡ് ആണ്, പക്ഷേ അതേസമയം വിപ്ലവകരമായ ഒരു ചിന്തകളുണ്ട്. ഇത് ശോഭനയ്ക്ക് ശരിക്കും ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ്? ഇതിന് എങ്ങനെയാണ് ഇപ്പോൾ IFFK കാണിക്കുന്നു, അത് കഴിഞ്ഞുള്ള വളരെയേറെ സാമ്പത്തികമായ ഒരു പിന്നെന്താണ് കാര്യങ്ങളൊക്കെ ഇനി ആവശ്യമാണ് ഇതിനെ ഒരു ലോക മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഇതിന് എൻ്റെ കയ്യിൽ എന്തായാലും ഒറ്റ പൈസ ഇല്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്. സ്ഥിരം രാവിലെ ജോലിക്ക് പോയി ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഫെസ്റ്റിവൽ വരെ എനിക്ക് ജോലിക്ക് പോകേണ്ടി വരും. കാരണം ജോലി എന്നുള്ളത് മാത്രമല്ല, ഞാനൊരു റെസ്പോൺസിബിൾ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല.
അപ്പോൾ അതിൻ്റെ ഇടയിലത്തെ ആ ഫിലിം ഫെസ്റ്റിവലിൽ സംഭവിക്കട്ടെ, കാരണം ഫെസ്റ്റിവൽ കണ്ട് ആൾക്കാരുടെയും ഇതിൽ താല്പര്യമുള്ള ആൾക്കാരുടെ തീരുമാനം എന്താവും അങ്ങനത്തെ രീതിയിലല്ലാതെ ഞാനിത് IFFKയിൽ എടുത്ത കാരണം കൊണ്ട് ഇങ്ങനെയാവണു. അല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി എനിക്ക്, പക്ഷേ എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുതിയ സിനിമ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എന്നെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായി തൃപ്തി തരുന്നുണ്ട്. തൃപ്തി തരുന്നുണ്ട്. മാത്രമല്ല എനിക്ക് പുതിയൊരു സിനിമ ചെയ്യാനായിട്ട് എനിക്ക് ആൾക്കാരുടെ അടുത്ത് പറയാം, ഇതാണ് ഞാൻ ചെയ്തത്. ഇതിനകത്ത് ക്യാമറ, എഡിറ്റിംഗ് അങ്ങനെയുള്ള ഒരുപാട് സങ്കേതങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എങ്ങനെയാണ്, തനിച്ച് തന്നെയാണോ അതൊക്കെ മാനേജ് ചെയ്തത്? പഠിച്ചിട്ടില്ലല്ലോ ഒന്നും? ഇല്ല, ക്യാമറ ചെയ്തത് ശ്രീറാം രമേശ് എന്നുള്ള ഒരു എല്ലാവരും പുതിയ ആൾക്കാരാണ്. കാരണം ഞാൻ ഷോർട്ട് ഫിലിം ആണല്ലോ ഉദ്ദേശിച്ചത്. ശ്രീറാം രമേശാണ്. പിന്നെ അസോസിയേറ്റ് ആയത് നീലിമ കിഷോറാണ്. അങ്ങനത്തെ പുതിയ ആൾക്കാരാണ്. എൻ്റെ ഈ സിനിമയെ പറ്റി പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അത് കാരണം ആദ്യത്തെ ഷൂട്ടിങ്ങിൻ്റെ ദിവസം എൻ്റെ അടുത്ത് തലേദിവസം ക്യാമറാമാൻ, അസോസിയേറ്റ് ക്യാമറാമാനും കൂടെ ഡിസ്കഷൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയില്ല എന്താണെങ്കിൽ തീരുമാനിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ ക്യാമറാമാൻ്റെ അടുത്ത് പറഞ്ഞു, അതൊരു അഞ്ജലി ഗോപനാണ് ക്യാമറ പേഴ്സണാണ്. അഞ്ജലിയോട് ഞാൻ പറഞ്ഞു, അഞ്ജലി എനിക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം വേണമെന്നാണ്. അപ്പോൾ അഞ്ജലി പറഞ്ഞു, ശോഭനെ നമുക്ക് അതിനുള്ള ലെൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ലെൻസ് വേണമല്ലേ. അടുത്ത പ്രാവശ്യം ഷൂട്ടിങ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അഞ്ജലി നമുക്ക് നല്ല ലെൻസ് എടുക്കാം കേട്ടോ, ഇതെടുക്കണത്. അതുപോലെ സൗണ്ട് എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് സിനിമ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ സൗണ്ട് എന്താണെന്ന് പഠിച്ചു, ക്യാമറ എന്താണ് അതിൻ്റെ. അതുപോലെ ഞാൻ എല്ലായ്പ്പോഴും വിചാരിക്കും എങ്ങനെ എനിക്ക് അഭിനയിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം. അതെനിക്ക് വളരെ സംശയമുള്ളൊരു കാര്യമാണ്. ഞാനതിങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് അവിടുത്തെ ആക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെങ്ങനെയാണ് ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ഞാൻ ശരി എന്നിട്ട് ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്യാരക്ടേഴ്സിനെ അറിയാം. അപ്പോൾ അത് ഞാൻ അവരുടെ അടുത്ത് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് എനിക്ക് അഭിനയിക്കേണ്ടത്. അതെനിക്ക് അറിയണ കാരണം കൊണ്ട് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, ഞാനത് അഭിനയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അഭിനയിക്കാനേ അറിയില്ല, പക്ഷെ എൻ്റെ കഥാപാത്രങ്ങളുടെ എന്താണ് ഇമോഷൻ എന്നുള്ളത് എനിക്കറിയാം. അവർ കാണിക്കേണ്ട ഒരു ഫേസ് എക്സ്പ്രഷനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേറ്റ് ലൈബ്രറിയനാണല്ലോ, എൻ്റെ കീഴിൽ ഒരുപാട് ജീവനക്കാരുണ്ട്. അപ്പോൾ ഇവരെ മാനേജ് ചെയ്തിട്ട് എനിക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കും എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായത്. കാരണം പല ആൾക്കാരും പല ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അത് ജോലി അതല്ല എനിക്ക് ആ ഒരു സെറ്റിലായിക്കോട്ടെ. ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഔട്ട്ഡോറിൽ ആരും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഞാൻ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പുറത്തുള്ള ആൾക്കാർ എങ്ങനെ കാണുന്നു എന്താന്നുള്ളത് ഞാൻ നോക്കില്ലായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലൊരു നേതൃത്വപരമായിട്ടുള്ള എല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ്. എല്ലാം തിരുവനന്തപുരത്താണ്. അതിനകത്ത് ഗോൾഫ് ക്ലബിലെ ഒരു ഇത് കണ്ടാൽ ഊട്ടിയോ കൊടൈക്കനാലോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ കാര്യത്തിനും ഒരു കഥയുണ്ട്. പക്ഷെ അത് ഇപ്പോൾ പറയാനായിട്ട് സമയം. ഞാൻ ഇന്ന് നടന്നു പോകുമ്പോൾ ഗോൾഫ് ക്ലബിൻ്റെ അവിടെയാണ് നടക്കുക. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു സംവിധായികയൊക്കെ ആയതിന് ശേഷം ഞാൻ അവിടെ പോയി ചോദിക്കും, എനിക്ക് ഇത് ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും പൈസ വേണം. അപ്പോൾ ഞാനിങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ വന്ന് അവിടുത്തെ ഷൂട്ടൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് സിനിമ ചെയ്യണ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്ലാറാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. പൂക്കൾ വേണം അവിടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു നടന്നു പോകുമ്പോൾ ഇവിടുന്ന് അവിടെ കുറേ പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞു എനിക്ക് കുറച്ച് പൂക്കൾ പറിക്കട്ടെ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ അവർ പെട്ടെന്ന് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാനൊരു അന്ന് ഷോർട്ട് ഫിലിം ആയിരുന്നില്ല, ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊരു പൂക്കൾ കിട്ടി കഴിഞ്ഞാൽ അത് ഇതായിരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞേ നിങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചു. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചോദിച്ചു. അപ്പോൾ ഈ കല്ലാറ് പോകുന്ന ചിലവും അവിടെ ഷൂട്ട് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം. ആ പൈസ നമ്മൾ പിന്നെ കല്ലാറ് മഴയൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവിടെ ഷൂട്ടിന് ഒരു ദിവസമല്ല കുറച്ച് മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ കുറേ ലക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ
ലൈബ്രറിയൻ എന്നുള്ള രീതിയിൽ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള കുറേ ഫ്രെയിമുകൾ ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യും. എൻ്റെ സ്റ്റോറി സ്ക്രിപ്റ്റിൻ്റെ കൂടെ ഞാൻ ചിത്രങ്ങൾ കൊടുക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ പെയിൻറ്റിങ് ഒരുപാട് കാണാറുണ്ട് ഫൈൻ ആർട്സ് കോളേജിലൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വിഷ്വൽ സെൻസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനോട് അനുബന്ധമായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ കാണുകയും ഇവർ ക്യാമറമാനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രെയിമുകൾക്ക് ഉള്ള ഒരു ഇത് എടുക്കാനായിട്ട് നോക്കും. ഓക്കെ. ആകെ കൂടി ശരിക്കും എന്താണ് പറയുക, വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. കണ്ടപ്പോഴും നമുക്കത് ഫീൽ ചെയ്തു. നമ്മൾ കുറച്ച് പേരാണ് കണ്ടതെങ്കിൽ പോലും നമ്മൾക്ക് ഫീൽ ചെയ്തു ജീവിതമുണ്ട്, അതിൽ മനുഷ്യരുണ്ട്, നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകളുണ്ട്, പുതിയ സ്ത്രീകളുണ്ട്, എല്ലാ തരത്തിലുള്ള മനുഷ്യരുമുണ്ട്. അപ്പം അത്തരം ഒരു സംരംഭത്തിൽ ശരിക്കും ഒരു സ്ത്രീ, നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരു സ്ത്രീ സ്വന്തം പൈസ ചിലവാക്കി തന്നെ ചെയ്തു എന്നുള്ളതിൽ വളരെ ഒരു റെവല്യൂഷണറി ഇതാണ്. മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന കാലത്തിലേക്ക് ശോഭനയുടെ ഈ സിനിമയ്ക്കൊരു മാർക്ക് ചെയ്യപ്പെടും. അപ്പോൾ അതിൽ വളരെ അഭിനന്ദനങ്ങളുണ്ട്. മുന്നോട്ട് പോവുക, ഞങ്ങൾക്കെല്ലാം അഭിമാനം നൽകിക്കൊണ്ട് പുതിയ പുതിയ സിനിമകളുമായി വരിക. അപ്പോഴും എല്ലപ്പോഴും കൂടെ ഉണ്ടാവും ശോഭന. താങ്ക് യു.